നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ഏൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതിന് കുറച്ച് മെനക്കെടണമെന്നുള്ളൂ കേട്ടോ. ചിലവർ ഇതിനൊരു സൈഡ് ഇൻകം ആയിട്ടും കൊണ്ടുപോകുന്നവരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവർക്കൊരു വർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ചിലവർ കണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് ഇതിൽ നിന്നും പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് കേട്ടോ. ഞാനപ്പോൾ ഇതിൽ ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഹൗസ് വൈഫൊക്കെയാണ്, വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുക. അപ്പോൾ അവർക്കും വേണമെങ്കിൽ ഒരു ഇൻകം ഒക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കാം. ഇതിനോട് താല്പര്യമുള്ളവർ ട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടമ്മമാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഇനി പിള്ളേർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പാരൻസിനൊക്കെ അയച്ചു കൊടുക്കുക. അവരും തുടങ്ങട്ടെ, പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവർക്ക് നല്ലൊരു ഏണിങ് കിട്ടിയാലോ അതിൽ നിന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് ഐശ്വര്യ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി തുടർന്ന് ഇതിനോട് സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ് വരും. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ചാനലാണ്. അപ്പോൾ ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഗൂഗിൾ അക്കൗണ്ട് വേണം, ഒരു ഇമെയിൽ ഐ ഡി. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുന്നത് ഒരു യൂട്യൂബ് അക്കൗണ്ടിൽ നിന്നായിരിക്കാം. പക്ഷെ നിങ്ങളൊരു പുതിയതായിട്ട് ഒരു കണ്ടന്റ് ഒക്കെ ഇടാനായിട്ട് ഒരു ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഇമെയിൽ ഐ ഡി നിങ്ങൾ പല സ്ഥലത്തും ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ചതായിരിക്കും. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ, ഒരു കണ്ടന്റ് ഒക്കെ ഇടാനായിട്ട് ഒരു ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ മെയിൽ ഐ ഡി ഉണ്ടാക്കി അതുവഴി തുടങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ആ ഒരു മെയിൽ ഐ ഡി വേറെ ഒന്നിൽ ലോഗിൻ ചെയ്യാനോ ഒന്നിനും നിൽക്കരുത്. കാരണം എങ്ങനെയെങ്കിലും ആ ഒരു ഇത് ഹാക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബും ചിലപ്പോൾ പോകും. അതുകൊണ്ടാണ് ആ ഒരു ഇമെയിൽ ഐ ഡി സെക്യൂർ ആക്കി വെക്കുക. യൂട്യൂബ് അക്കൗണ്ടിന് വേണ്ടി മാത്രമായിട്ട് വയ്ക്കുക. ഞാൻ അങ്ങനെയാട്ടോ ചെയ്തത്. അപ്പോൾ അത് തന്നെ നിങ്ങൾക്കും പറഞ്ഞു തരാണ്. ഞാൻ ചെറുതായിട്ട് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് തുടങ്ങുന്നതെന്ന്. പിന്നെ ഇതിൻ്റെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ വീഡിയോ ലെങ്തായി പോവാതിരിക്കാനായിട്ട് ഞാൻ ചെറുതായിട്ടുള്ള രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഫോണിൽ ജിമെയിൽ എടുത്തിട്ട് അതിൽ ഇതുപോലെ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളതുണ്ടാകും. അതിൽ ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് അതിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് നമ്മുടെ പേരും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. എന്നിട്ട് ഒരു പുതിയ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക. പിന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് മറക്കരുത്. യൂട്യൂബിൽ സെറ്റിങ്സിൽ സ്വിച്ച് അക്കൗണ്ട് എടുക്കുക. സ്വിച്ച് അക്കൗണ്ട് എടുക്കുമ്പോൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് കാണും, അത് സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? നമ്മൾ ചാനലിൽ നമ്മൾ എന്താണ് ഇടേണ്ടത്? നമ്മുടെ നീഷ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർ ഇപ്പോൾ കണ്ടിട്ടില്ലേ, ചില ചാനലുകൾ ബ്യൂട്ടി ടിപ്സ് ഒക്കെ പറയുന്ന ചാനലുണ്ടാവും. ചിലർ വ്ളോഗ് ചെയ്യുന്ന ചാനൽ, ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവർ, സിനിമയെക്കുറിച്ച് പറയുന്നവർ, ഹിസ്റ്ററിയെക്കുറിച്ച് പറയുന്നവർ, അങ്ങനെ ഉണ്ടാവും. അത് തിരഞ്ഞെടുക്കേണ്ടത് ആരാ? അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖല ഏതാണ് അത് നോക്കി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവരെന്തായാലും കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ ആ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് ഇടാൻ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവരുടേതായ ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താണോ മണിക്കൂറുകളോളം നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തിനെക്കുറിച്ചാണോ ഇഷ്ടം, ആ ഒരു കാര്യം എന്താണോ അത് നോക്കി കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ച്, ചിലവർക്കൊക്കെ സിനിമയോട് ഭയങ്കര ഭ്രാന്തായിരിക്കും. അങ്ങനെയുള്ളവർ ഈ സിനിമ റിവ്യൂസോ അങ്ങനെയുള്ള ചാനലൊക്കെ തുടങ്ങാം. പിന്നെ ചിലവർക്ക് ഈ ഫോണ്, ലാപ്ടോപ്പ് അങ്ങനെ ടെക് കാര്യങ്ങളോട് ഭയങ്കര ഇതായിരിക്കും. അങ്ങനെയുള്ളവർ അങ്ങനത്തെ ചാനൽ തുടങ്ങാം. ചിലവർക്ക് ഗെയിമിംഗ് ഒക്കെ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർ അതിൻ്റേതായിട്ടുള്ള ഒരു ചാനൽ തുടങ്ങാം. ചിലവർക്ക് എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്താ, നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ഉള്ള കാര്യങ്ങൾ, വ്ളോഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാം. പിന്നെ അതിന് ഇത്തിരി കോമ്പറ്റീഷൻ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു തനിമ അതിൽ കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ആൾക്കാർ നിങ്ങളെ ശ്രദ്ധിക്കും. പിന്നെ കൺസിസ്റ്റൻസി ആയിട്ട് ഇടാം. നിങ്ങളുടെ ഫേസ് കണ്ട് 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 ആൾക്കാർക്ക് നിങ്ങളെ ഇഷ്ടമായി തുടങ്ങും. അങ്ങനെ ആണ് ഇതിൽ നമ്മൾ പിന്നെയൊക്കെ ഒരു ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എവർഗ്രീൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് ലോങ് റണ്ണിൽ നല്ലതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായല്ലോ, അല്ലു അർജുൻ അറസ്റ്റ് ആയ ഒരു കാര്യം. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാണ്. അത് ഇപ്പോഴായിരിക്കും എല്ലാവരും സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എല്ലാവരും സെർച്ച് ചെയ്യും. പക്ഷേ ഇതൊരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് ആരെങ്കിലും സെർച്ച് ചെയ്യുമോ? ഇല്ല. അപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ മുടി
വളരുന്നതിനെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ ഫേസ് ഫേസിൽ നമ്മൾ എന്തൊക്കെ DIYs അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴായാലും സെർച്ച് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർത്തിട്ട് ഇത് മാത്രമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പിന്നീടായാലും നമ്മൾ ആൾക്കാർ എന്തൊക്കെ സെർച്ച് ചെയ്യും, നമ്മളായാലും സെർച്ച് ചെയ്യുമ്പോൾ പണ്ടത്തെ വീഡിയോസൊക്കെ വരാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ നല്ലതായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് പെട്ടെന്ന് ഒരു എക്സ്പോഷർ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ചിലവരുണ്ടാവും ഇപ്പോഴത്തെ വാർത്തകളെയൊക്കെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നവർ. അവർക്ക് ഇപ്പം നല്ല വ്യൂസ് ഉണ്ടാവും. കാരണം എല്ലാവരും അതിനെക്കുറിച്ച് അറിയും. ഇപ്പോൾ എല്ലാവരും അല്ലു അർജുൻ എന്താ അറസ്റ്റ് ആയെന്ന് ചിലപ്പോൾ തിരഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ആദ്യം ചെയ്യുന്ന ആൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും അതിനെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റണം എന്നുള്ളൂ. അങ്ങനെയുള്ളവർക്ക് അതിൽ ക്ലച്ച് പിടിക്കാൻ പറ്റും കേട്ടോ. നമ്മളപ്പോൾ എന്തിനെക്കുറിച്ചാണ് ചാനൽ ഇടേണ്ടതെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് ചാനലിനൊരു പേരാണ്. പേരും പിന്നെ ഒരു ലോഗോ, ഒരു പ്രൊഫൈൽ പിക്കും. അപ്പോൾ പേര് ഇടുമ്പോൾ നമ്മുടെ ഒന്നില്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ നീഷിനനുസരിച്ച്, നമ്മൾ സെലക്ട് ചെയ്ത ആ വിഷയത്തിനനുസരിച്ച് പേര് ഇടും. ചിലവർ സ്വന്തം പേരും ഇടും. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചാനലിന് ഐശ്വര്യ എന്ന് വേണമെങ്കിൽ തന്നെ ഇടാം. നിങ്ങളുടെ പേരും ഇടാം. അതിന് കുഴപ്പമില്ല. ഇനി ചിലവർക്ക് ഇഷ്ടമുണ്ടാവും. ഇപ്പോൾ സിനിമ റിവ്യൂ ഒക്കെ പറയുന്ന ചില ചാനൽ കണ്ടിട്ടില്ലേ? സിനിമ സ്റ്റെല്ലർ അങ്ങനെയൊക്കെ കുറേ ചാനലുണ്ട്. പിന്നെ ഏതാണ്? കിട്ടുന്നില്ല പെട്ടെന്ന്. അങ്ങനെ എന്തിനെക്കുറിച്ച് ഇപ്പോൾ ബ്യൂട്ടി ടിപ്സ് പറയുന്ന ചാനൽ ബ്യൂട്ടി ടിപ്സ്, ഇപ്പോൾ ഐശ്വര്യ ബ്യൂട്ടി ടിപ്സ് ബൈ ആഷ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പെട്ടെന്ന് എല്ലാവർക്കും സെർച്ച് ചെയ്യാനും പെട്ടെന്ന് എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന പേരുകൾ ഇടാൻ നോക്കുക. ഇപ്പോൾ ഭയങ്കര കടുകട്ടി നെയിമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരും ചിലപ്പോൾ അത് ഓർത്തൊന്നും വരില്ല. അപ്പോൾ ആ പേര് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുക. പ്രൊഫൈൽ പിക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പിക്ചറോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഈ ഗെയിമിങ് ചെയ്യുന്നവരും ടെക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അവരുടേതായ ചില ലോഗോസ് ഒക്കെ ഉണ്ടാക്കി ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇടാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങളുടെ ഒരു നല്ല ഒരു പ്രൊഫൈൽ പിക്ക് ഇടാം. നിങ്ങളുടെ ഫേസ് നല്ലോണം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഫൈൽ പിക്ക് ഇടാം. ഇനി വേണ്ടത് ബാനറാണ്. ബാനർ എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? ഞാൻ കാണിക്കാം അതിനകത്ത്. അപ്പോൾ എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ എടുത്തിട്ടതാണ്. അതിന് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ബാനറിനൊരു സ്പെസിഫിക് റേഷ്യോ ഉണ്ട്. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ക്യാൻവ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ഈസിയാണ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഓൾറെഡി അവർ ടെംപ്ലേറ്റ്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വെറുതെ നമ്മുടെ പേരും ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. തനിയെ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് തനിയെ ഉണ്ടാക്കാനും അതിൽ പറ്റും. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ വെറുതെ ഒരു സ്ക്രീനിൽ ഞാൻ ചെറിയ ഒരു ഇൻട്രോ പോലെ ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി വേണ്ടത് തംബ്നെയിൽ. തംബ്നെയിൽ നമ്മൾ അതിനുശേഷം നമ്മൾ വീഡിയോ ഒക്കെ ഇടുമല്ലോ. വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തംബ്നെയിൽ എന്ന് പറയുന്നത്. മിക്കവരും തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും വീഡിയോയിലേക്ക് കയറുന്നത്. അപ്പോൾ തംബ്നെയിൽ നമ്മൾ അത്രയ്ക്ക് അട്രാക്റ്റീവ് ആയിട്ട് വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല കളറുകൾ യൂസ് ചെയ്യണം. ഇപ്പോൾ പച്ച, നീല, ഓറഞ്ച്, റെഡ്, യെല്ലോ ഇതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ കണ്ണടിച്ചു പോകില്ല. അങ്ങനത്തെ ഒരു കളർ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. അങ്ങനത്തെ കളർ യൂസ് ചെയ്യാൻ നോക്കുക തംബ്നെയിലിൽ. പിന്നെ ബോൾഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ നോക്കുക. നല്ല ചെറിയ ചെറിയ അക്ഷരങ്ങളാണെങ്കിൽ ചിലപ്പോൾ ആരും വായിക്കില്ല. അവരപ്പം തന്നെ മാറ്റും. അപ്പോൾ വലിയ അക്ഷരങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ എഡിറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള ഇത് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഞാൻ ചെയ്യാവുന്നതാണ്. ഇതും ക്യാൻവയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വേണ്ടത് നമുക്ക് വീഡിയോ എടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയാം. വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് നല്ല ഒരു ക്യാപ്ഷൻ വേണം. പിന്നെ ടാഗ്സ് വേണം. ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ട്. നിങ്ങളപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യണം. നിങ്ങൾ എന്തായിരിക്കും സെർച്ച് ചെയ്യുക? ഹൗ ടു റെഡ്യൂസ് ഹെയർ ഫോൾ. അങ്ങനെയായിരിക്കും ചിലപ്പോൾ സെർച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹൗ ടു സ്റ്റോപ്പ് ഹെയർ ഫോൾ. ഇത് രണ്ടും നമുക്ക് വേണമെങ്കിൽ ഒരു ടൈറ്റിലായിട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ടാഗ്സ് ആയിട്ടും കൊടുക്കാം. നിങ്ങൾ തന്നെ ചിന്തിക്കുക. എനിക്കിത് അറിയണം. ഞാൻ എന്തൊക്കെ സെർച്ച് ചെയ്യും? അതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ടാഗ് എന്ന് പറയുന്നത് ഈ വീഡിയോൻ്റെ. പിന്നെ ടൈറ്റിലും അതിനനുസരിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ 3 DIYs ടു സ്റ്റോപ്പ് ഹെയർ ഫോൾ അങ്ങനെയൊക്കെയുള്ള ടൈറ്റിലുകൾ കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് വരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെലക്ട് ചെയ്ത ആ ഒരു നീഷിൻ്റെ ഒരു ചാനൽ നോക്കുക. വേറെ ആളുടെ ഒരു ചാനൽ നോക്കുക. അവരെന്തൊക്കെയാണ് ടൈറ്റിൽ കൊടുത്തേക്കണേന്ന് നോക്കുക. അതുപോലെ തന്നെ ഇൻസ്പയർ ആയിട്ട് നിങ്ങളുടെ ചാനലിലും
സെയിം തന്നെ അടിക്കാതെ കുറച്ചൊക്കെ ഒന്ന് മാറ്റി മറിച്ചൊക്കെ ഇട്ട് ടൈറ്റിൽ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെയാണ് അറിയാത്തവരൊക്കെ ആദ്യമേ തന്നെ ചെയ്യുന്നത്. ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും വേണമെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് 2 വഴിയുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഷോർട്സ് ഇട്ടിട്ട് മോണിറ്റൈസ് ചെയ്യാനും ലോങ് വീഡിയോ ഇട്ടിട്ട് മോണിറ്റൈസ് ചെയ്യാനും. ഷോർട്സ് നമുക്കിപ്പോൾ നല്ല ക്വാളിറ്റിയും നല്ല ക്ലിയറൊക്കെ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെ ഇടുന്നവർക്ക് പെട്ടെന്ന് നല്ലോണം വ്യൂസ് കിട്ടുമായിരിക്കും. പക്ഷെ നമ്മുടെ ഈ സാധാരണ ഫോണൊക്കെ വെച്ച് നമ്മൾ വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് വ്യൂസ് കയറാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഷോർട്സും ഇടുക. ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് അത്യാവശ്യം കിട്ടും. അതിൽ നിന്നായിരിക്കും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടുന്നത്. ഈ 500 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നാവും. പക്ഷെ 4000 വാച്ച് അവേഴ്സാണ് ആവാനായിട്ട് പാട്. അപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോസും ഇടാൻ നോക്കുക. കാരണം ലോങ് വീഡിയോസിൽ നിന്നാണ് പെട്ടെന്ന് എനിക്ക് മോണിറ്റൈസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ലോങ് വീഡിയോസ് ഇട്ടപ്പോഴാണ്. ഷോർട്ട് വീഡിയോസ് ഞാൻ ആദ്യം അത് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് വെച്ച് എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. പക്ഷേ വാച്ച് അവർ ആവുന്നുണ്ടായിരുന്നില്ല. ലോങ് വീഡിയോസ് ഇട്ടതിന് ശേഷമാണ് പെട്ടെന്ന് മോണിറ്റൈസ് ആവാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇനി ഒരു ചാനൽ തുടങ്ങണമെങ്കിൽ എന്തൊക്കെ വേണം നമ്മുടെ കയ്യിൽ എന്നായിരിക്കും അടുത്ത ചോദ്യം. ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ, ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ഉള്ളത്. റെഡ്മി നോട്ട് 8 പ്രോ. അത് വെച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ മുമ്പ് തുടങ്ങി തന്നെ വേറെ പ്ലാറ്റ്ഫോമിലൊക്കെ വീഡിയോ ചെയ്തിരുന്നു. റീൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് ഞാനൊരു ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റിംഗ് ലൈറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ റിംഗ് ലൈറ്റ് അല്ല, ഒരു ചെറിയൊരു റിംഗ് ലൈറ്റ് ആണ്. പിന്നെ ട്രൈപോഡ് ഇതെൻ്റെ രണ്ടാമത്തെ ട്രൈപോഡാണത്. ആദ്യത്തെ ഒരു വിലക്കുറവിൻ്റെ വാങ്ങിച്ചിട്ട് അത് ചീത്തയായിപ്പോയി. രണ്ടാമത്തേത് അത്യാവശ്യം ഞാൻ കുറച്ച് ഒരു നല്ലൊരു ബ്രാൻഡിൻ്റെ വാങ്ങിച്ചു. കാരണം എപ്പോഴും വാങ്ങിച്ച് പൈസ കളയുന്നതിനും നല്ലതാണ് കുറച്ച് പൈസ കൂട്ടി വാങ്ങുന്നത്. എന്നാലും ഇതിനൊരു 1000 താഴെ എന്തോ ആയിട്ടുള്ളൂ. 600 സംതിങ് എന്തോ ആയിട്ടുള്ളൂ എൻ്റെ ഒരു കയ്യിലിരിക്കുന്ന ട്രൈപോഡ്. പിന്നെ റിംഗ് ലൈറ്റ് ആണെങ്കിലും ഒരു അധികം എമൗണ്ട് ആയില്ല. അതും ഞാൻ മുമ്പ് ഒരു വില കുറഞ്ഞ ഒരു ഇത് വാങ്ങിച്ചതാണ്. അത് പക്ഷേ പെട്ടെന്ന് ചീത്തയായിപ്പോയി. ഇത് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഡിജിടെക്കിൻ്റെ ഒരു ഇതാണ്. അത് നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ അതും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആദ്യമേ വാങ്ങിച്ച് പൈസ കളയണ്ട. കാരണം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പറ്റുന്ന ചിലവർ പകുതിക്ക് ഇട്ടുകൊണ്ട് പോകും. അപ്പോൾ പിന്നെ ഇതൊക്കെ വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ട്രൈപോഡ് ഇല്ലെങ്കിലും ജനലിലേക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ റിംഗ് ലൈറ്റ് ഇല്ലെങ്കിലും പകൽ സമയത്ത് വീഡിയോ എടുക്കാൻ നോക്കുക. ജനലിൻ്റെ ഫേസ് ചെയ്തിരുന്ന് സൂര്യപ്രകാശം അടിക്കുന്ന പോലെ. അപ്പോൾ ഈ സൂര്യപ്രകാശം ഭയങ്കര ഒരു നല്ല സാധനം കേട്ടോ. അത് നമ്മുടെ ഫോണിൻ്റെ ക്വാളിറ്റി കൊള്ളൂലെങ്കിലും നമുക്ക് നല്ല ഒരു വെളിച്ചം മുഖത്തടിക്കുമ്പോൾ നല്ലൊരു ക്ലാരിറ്റി തോന്നിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോസൊക്കെ എടുക്കാൻ നോക്കുക. അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം കേട്ടോ. നമ്മുടെ കണ്ടന്റ് നല്ലതായിരിക്കണം. നല്ല കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം പറയേണ്ടത്. പിന്നെ പറയുന്ന കാര്യം വോയിസ്. നമ്മൾ ഒട്ടും കേൾക്കാത്ത രീതിയിൽ സംസാരിക്കരുത്. നല്ല ഒച്ചത്തിൽ സംസാരിക്കുക. പറ്റുമെങ്കിൽ ഇത് ഒരു ചീപ്പായിട്ടുള്ള ഒരു മൈക്കാണ് കേട്ടോ. അധികം വിലയൊന്നുമില്ല. പക്ഷേ ഇതിന് അത്ര നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്ര വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒച്ചയും ബഹളവും ഇല്ലാണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? ഇതിനെന്തോ ഞാൻ ഒരു 600 സംതിങ് എന്തോ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ് കടയിൽ നിന്ന്. പക്ഷേ വലിയ ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും എൻ്റെ കാര്യം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു. ഞാനിപ്പോൾ ഒന്നും വലിയ പൈസ കൊടുത്തൊന്നും വാങ്ങാൻ പോകുന്നില്ല. കാരണം ഇനിയും കിടക്കുകയല്ലേ. ഇനിയിപ്പോൾ നമുക്കൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇപ്പോഴേ അത്രയൊന്നും വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ട്രൈ ചെയ്യുന്നു. നമുക്ക് ഇതിലെന്തെങ്കിലും നടക്കുമോ എന്നുള്ളത്, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളിതിനകത്ത് പൈസയൊന്നും കൊടുക്കണ്ട ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള കാര്യത്തെപ്പറ്റി സംസാരിക്കുക. ഇഷ്ടമുള്ള കാര്യം എന്തെങ്കിലും ചെയ്ത് വീഡിയോ ഇടുക. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യുക. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി കിട്ടും. ഞാനിപ്പോൾ ഫ്രണ്ട് ക്യാമറയാണ് ചൂസ് ചെയ്തേക്കുന്നത്. കാരണം എനിക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല എന്നെ. ഞാൻ സാധാരണ ബാക്ക് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്. അത് ഞാൻ എൻ്റെ മിററിൻ്റെ മുമ്പിൽ വച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മിററിൻ്റെ മുമ്പിൽ ഫോണിൻ്റെ ബാക്ക് ക്യാമറ എൻ്റെ കയ്യിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോണിൻ്റെ സ്ക്രീൻ എൻ്റെ മിററിൽ കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഇവിടെ മുമ്പിൽ മിററൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ
ബാക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുക. അത് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളെ കാണുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കുക. ഇപ്പോൾ ഒരു മാസം ഒരു വീഡിയോ ഇട്ടു, പിന്നെ കുറേ നാളായിട്ട് പിന്നെ ഒരു വീഡിയോ ഇട്ടു. നമ്മൾ തുടക്കത്തിൽ നല്ലോണം നമ്മൾ ചെയ്യണം. ചിലപ്പം ഡെയിലി ഒന്നും ഞാൻ ഡെയിലി ഇട്ടിട്ടില്ല കേട്ടോ വീഡിയോ. ഞാൻ ഒന്നരാടമാണ് ഇടുന്നത്. എൻ്റെ കയ്യിൽ ഡെയിലി ഇടാനുള്ള കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നരാടം എങ്കിലും ഇട്ടാൽ മതി. ആഴ്ചയിൽ ഒരു 3 വീഡിയോ എങ്കിലും എങ്ങനെയെങ്കിലും ഇടാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പം എനിക്ക് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് 10 വ്യൂസ് ആയിട്ടാണ് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം വരെയൊക്കെ വന്നത്. അപ്പോൾ നിങ്ങൾ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇട്ട സാധനം ഡിലീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. ചിലപ്പോൾ അത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്നായിരിക്കും അതിനകത്ത് വ്യൂസ് കയറുന്നത്. അതുകൊണ്ട് ഇട്ട സാധനം ഡിലീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. പിന്നെ ചിലവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ചില സിനിമയുടെ ക്ലിപ്പോ പാട്ടിൻ്റെ ക്ലിപ്പോ അങ്ങനെ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുക. അത് കോപ്പിറൈറ്റ് കിട്ടും. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ബാക്കിൽ എന്തെങ്കിലും പാട്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്യുക. കാരണം ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു ബേസ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് ചെയ്യാം. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഏർണിങ്സ് ഒക്കെ കിട്ടട്ടെ വീഡിയോ ഇട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ പറ്റുവാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.